പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടത്ര അളവിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും വിറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് നാച്ചുറൽ ഒരു പ്രകൃതിദത്തമായ മാർഗത്തിൽ കൂടെ ലഭിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുവരുത്തുക. ശരിയാ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിൽ തന്നെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ഭക്ഷണത്തിൻ്റെ സമയം, റെഗുലറായിട്ടുള്ള ടൈമിൽ ഭക്ഷണം കഴിക്കുന്നതും പ്രധാനമാണ്. നമ്മുടെ ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതി, ലേറ്റായിട്ട് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ അമിതവണ്ണത്തിനും ഹോർമോണൽ ചേഞ്ചസിനും ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് സമയമെടുത്ത് കഴിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് ഫുഡ് കഴിക്കുമ്പോൾ TV, മൊബൈൽ, ലാപ്ടോപ്പൊക്കെ മാറ്റി വെച്ച് മനസ്സിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ആ ഒരു പ്രവണത ഇപ്പം എല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഒരു പ്രധാന കാരണമാണ്. അതെ, അത് ചെയ്യുമ്പോഴൊരു തെറ്റ് സംഭവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും റീൽസും വീഡിയോ ഒക്കെ കണ്ടിട്ട് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി അധികമായി പോകും. അത് പ്രധാനമാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ കണ്ടെന്നുള്ള ഭക്ഷണം ഒരുപാട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാം. കോൺസ്റ്റിപ്പേഷൻ ഒഴിവായി തന്നെയും അസിഡിറ്റി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.